ഇന്ന് ഇൻട്രോ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെരുന്നാൾ ഡ്രസ്സും പിന്നെ 2 തരം പോളകളുമാണ് കേട്ടോ കാര്യമായിട്ടുള്ളത്. വീണ്ടും ഒരു മാങ്ങക്കാലം, പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സമയമാണല്ലേ ഇപ്പോൾ. ഇതെൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ വീട്ടിലത്തെ മുറ്റത്തുള്ള ഒട്ടുമാവാണ് കേട്ടോ. ഇത് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ തോന്നുന്നുണ്ട്. പെട്ടെന്ന് കായ ഉണ്ടാവുമല്ലോ, അങ്ങനെ കഴിഞ്ഞ വർഷം കുറച്ച് മാങ്ങ ഉണ്ടായിട്ടുള്ളൂ. ഇനി പിന്നെ ഇത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള സെബ്യത്താത കുറച്ച് പെറുക്കി തന്നതാണ് കേട്ടോ. മുറ്റത്തൊക്കെ എന്നും വീഴും. അപ്പം അതിന് ഭയങ്കര സങ്കടം, ആ മാങ്ങ അങ്ങനെ വീഴുന്നതിനോണ്ട്. വലിപ്പമില്ലാതെ വലുതാവാതെ അങ്ങനെ പഴുക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ വർഷത്തെ നോമ്പിനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടേനി. അപ്പോൾ അവരിതിങ്ങനെ തന്നപ്പോൾ എന്നോ പറഞ്ഞ് അച്ചാറിടാന്നാണ്. അപ്പം ഞാനിത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഉപ്പ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് പെരുന്നാളിലേക്കൊക്കെ അച്ചാറിടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എന്താവുകയെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാനത് അച്ചാറിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ 2 തരം പോളകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് കടലപ്പരിപ്പിൻ്റെ ആ ഒരു കേക്കാണ് കേട്ടോ. കേക്കെന്നും പോളാന്നും ഒക്കെ പറയും. ഞാനിതാ 200 ഗ്രാം കടലപ്പരിപ്പ് നല്ലോണം ഒന്ന് കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി അരമണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ജ്യൂസ് അടിക്കാൻ ക്യാരറ്റാണ്. ഇത് പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കുന്നത് ഇവിടെ കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാക്കും വാവക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് അതൊക്കെ ഒന്ന് കഴുകി പുഴുങ്ങണം. പുഴുങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ ജ്യൂസ് അടിക്കുക. മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ 4 മണിക്ക് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വരല്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ 3 മണിയായപ്പോൾ വന്നിക്കണം കേട്ടോ. ഇന്ന് കാക്കൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പലഹാരം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വേഗം വന്നത് കിച്ചണിലേക്ക്. അപ്പോൾ ഇത് ഞാൻ ക്യാരറ്റ് ഇതേപോലെ ചെറുതാക്കിയിട്ട് കുക്കറിൽ ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒറ്റ വിസിൽ തന്നെ നല്ലോണം വെന്ത് വരും. പിന്നെ അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ജ്യൂസ് അടിക്കുക. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ല ഇഷ്ടമാവും. ഇത്തിരി ലൂസാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിക്കുന്ന പോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് ഇനി പിന്നെ കുറച്ചാണെങ്കിലും ഒത്തിരി ലൂസാക്കിയിട്ട് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് ആക്കാമല്ലോ. അതേപോലെ തന്നെയാണ് ക്യാരറ്റ് ജ്യൂസും. ഇന്ന് സമൂസയും പരിപ്പിൻ്റെ പോളയാണ്. അത് രണ്ടുമാണ് കാക്കൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. 2 ആളുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് നേരത്തെ കിച്ചണിലേക്കൊക്കെ വന്നത്, ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ എല്ലുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതേപോലെ എല്ലില്ലാത്ത പീസാണ് ഞാനത് സമൂസൊക്കെ എടുക്കുക. അങ്ങനെ പലഹാരത്തിന് കൊണ്ടുവരുമ്പോൾ എല്ലില്ലാത്തതാണല്ലോ എടുക്കുക. അപ്പോൾ അതിൽ നല്ല എല്ലുള്ളത് മാറ്റി വെക്കുകയും ചെയ്യും. അങ്ങനെ എല്ലും കൂടി ഒരു ദിവസം കറി വെക്കൂട്ടോ. 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഡെയിലി എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് പറയൂ കാക്ക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേയൊക്കെ പലഹാരം ഉണ്ടാക്കിയിട്ടില്ലേ. ഇനി ഇപ്രാവശ്യം ഡെയിലി നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാക്ക കിട്ടണം. പിന്നെ ആ ഒരു ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ കഴുകി ആ ഒരു വെള്ളം തന്നെ ഉണ്ടാവും. അതിലൊക്കെ ഞാൻ സാധാരണ ഇങ്ങനെ വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കലില്ല കേട്ടോ. ആ ചിക്കൻ തന്നെ വെള്ളം ഊർന്ന് വരുമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം കൂടി വെച്ചാൽ ഒരുപാട് വെള്ളക്കളിയായി പോകും. പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ ആ ചിക്കൻ്റെ ടേസ്റ്റ് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ആയിപ്പോകും. ആ ഒരു സ്റ്റോക്ക് ഉണ്ടാവില്ല അതിലേക്ക്. ഈ പരിപ്പിൻ്റെ പോള നമുക്ക് 4 ഭാഗമാക്കിയിട്ട് മുറിക്കാമല്ലോ. അപ്പോൾ 2 ഭാഗം അവർക്ക് കൊടുക്കുകയും ചെയ്യാം. ഒന്ന് ഞങ്ങൾക്കും കഴിക്കുക, അപ്പോൾ 1 മക്കൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടേനി കേട്ടോ. മോളും കുട്ടികളും വന്നിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഓളെന്തായാലും ഈ ഷോപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടയേർഡായി 5:30 മണിക്കൊക്കെയാണ് ഓൾ കിച്ചണിലേക്ക് കയറുക. പിന്നെ രാത്രിയാണ് പണികളൊക്കെ എടുക്കല്. അപ്പോൾ ഞാൻ പറയും വേഗം അങ്ങോട്ട് പോരും നോമ്പ് തുറക്കാൻ. അപ്പോൾ ഞാൻ സമൂസയും ഈ ഇതൊക്കെ കൂടുതൽ ഉണ്ടാക്കിയിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് വന്നിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ സമൂസക്കുള്ള ഉള്ളിയൊക്കെ അരിയാണ്. അപ്പോൾ എനിക്ക് തീരെ കട്ടിങ് ബോർഡിൽ ഇങ്ങനെ ഉള്ളി അരിയാൻ കഴിയൂല. ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് കേട്ടോ അരിയുക. അതൊരു നേക്കാണ്. അപ്പോൾ കാക്കക്കായാലും മോക്കായാലും ഒരു ആർക്കായാലും എന്തെങ്കിലും ഒരു തക്കാളി വേണമെങ്കിൽ അരിയണമെങ്കിൽ ഓൾക്ക് കട്ടിങ് ബോർഡ് വേണം. ഞാൻ കട്ടിങ് ബോർഡ് ഇങ്ങനെ പയറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അരിയാൻ മാത്രമേ എടുക്കലുള്ളൂ. പിന്നെ അതേപോലെ ഈ സ്നാക്സൊക്കെ ഇങ്ങനെ മുറിക്കണമെങ്കിലും കട്ടിങ് ബോർഡ് എടുക്കും. സമൂസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ചിക്കൻ തന്നെ എടുക്കണം കേട്ടോ. എങ്കിൽ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതേപോലെ മസാല നല്ലോണം ഒന്ന് കുറച്ചിട്ട് കുറച്ച് മസാല ചേർത്താലും മതി. അപ്പോൾ സമൂസൻ്റെ ഇതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു മക്രോണി പോളയും പിന്നെ അതേപോലെ ഒരു ഈ കടലപ്പരിപ്പിൻ്റെ ആ ഒരു പോള ഉണ്ടല്ലോ അത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യണമെന്നില്ല കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഇൻഡസ് വാലിൻ്റെ ആ ഒരു സോസ് പാൻ ഉണ്ടല്ലോ, അത് നല്ലൊരു സുഖമാണ് കേട്ടോ. ചായ വെള്ളമൊക്കെ ഇതാക്കാനും പാല് കാച്ചാനും അങ്ങനത്തേനൊക്കെ ആ ഒരു നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടില്ലേ, ഇനി അതപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേഗം അത് കഴുകിയിട്ടാണ് ഞാൻ കുതിർത്ത് വെച്ചത്. അപ്പോൾ അതിനോണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുകയാണ്. ഈ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഒരൊറ്റ ഒറ്റ തിളച്ച് ഒന്ന് നമ്മൾ നോക്കുക വെന്തിക്കണോ. അങ്ങനെ കൈ വെച്ചാൽ കുതിർത്ത് വെച്ചതിനോണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. അതുമല്ല ഒരുപാട്
ഒരുപാട് വെന്താൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അരയ്ക്കുമ്പോൾ. അപ്പോൾ അത് പാകം നോക്കിയിട്ട് തന്നെ എടുക്കണം. പിന്നെ അത് ഞാനിതാ വെള്ളമൊക്കെ ഊറ്റി ഇതാ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങനെ മൊത്തത്തിൽ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഈ പോള ഉണ്ടാക്കുന്നത്. പിന്നെ അതാ 200 ഗ്രാം കടലപ്പരിപ്പാണല്ലോ ഞാൻ എടുത്തത്. അപ്പോൾ അതിലേക്ക് ഇതാ ഒരു പാക്കറ്റ് പാൽപ്പൊടി. അത് ടേസ്റ്റിനാണ് കേട്ടോ പാൽപ്പൊടി, നല്ലൊരു ടേസ്റ്റാണ് പാൽപ്പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ. പിന്നെ ഇതാ 100 ഗ്രാം കടലപ്പരിപ്പാണെങ്കിൽ 6 മുട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ അവിടെ 200 ഗ്രാം ആയതുകൊണ്ട് 12 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 10 മുട്ട കാണിക്കുന്നുള്ളൂ, 2 കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓരോന്നായിട്ട് അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു ലേശം ഒരു ചൂടുണ്ട് കേട്ടോ കടലപ്പരിപ്പിന്. അപ്പോൾ പിന്നെ ഈ കോഴിമുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിനെ കൊണ്ട് തന്നെ അതിൻ്റെ തണുപ്പിൽ അത് ചൂടാറിക്കോളും. അതുകൊണ്ടാണ് ഞാൻ വേഗം അതിലേക്ക് തന്നെ ഇപ്പം തന്നെ നല്ലോണം തണുക്കാതെ ഇടുന്നത്. നിങ്ങൾ അങ്ങനത്തെ കോഴിമുട്ട പിന്നെ തണുപ്പില്ലെങ്കിൽ പിന്നെ കുറച്ച് നല്ലോണം ചൂടാറിയിട്ട് ഇട്ടുകൊണ്ടിട്ടോ, അല്ലെങ്കിൽ മിക്സിക്ക് കേടാണ്. പിന്നെ അത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മധുരത്തിലൊക്കെ ഉപ്പ് ചേർക്കില്ല അതിന്. പിന്നെ അതിൽ ഒരു 3/4 ഗ്ലാസ് അളവിലുള്ള പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു 1/4 ഗ്ലാസിൻ്റെ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. പിന്നെ ഇങ്ങൾക്ക് തോന്നും ഇപ്പോൾ അതിൽ മൊത്തത്തിൽ അത് അടിക്കാൻ കഴിയുമെന്ന്. ഞാനും ആദ്യം ഞാൻ എന്താ വിചാരിച്ചത് മൊത്തത്തിൽ അടിക്കാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട്. പക്ഷേ അടിക്കാൻ നോക്കുമ്പോൾ അത് അരിയുന്നില്ല, മൊത്തത്തിൽ വെള്ളം തെറിക്കുന്ന പോലെ ആയപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റി 2 പ്രാവശ്യം ആക്കി അരക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും ഒരു 2-3 ഏലക്കായും. ഏലക്കായ ഇല്ലെങ്കിൽ നമ്മളടുത്ത് വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലിനും ഒക്കെ. പിന്നെ അത് 2 പ്രാവശ്യമാക്കി അരച്ചതാണ്. അത് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. പിന്നെ നമ്മൾ ആ പുതിയൊരു പാൻ ഉണ്ടല്ലോ, നമ്മൾ ഇതേപോലത്തെ കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പാന്. അപ്പോൾ ഞാൻ നല്ലോണം പാന് ചൂടായി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ചുറ്റിക്കണം കേട്ടോ. ഈ നെയ്യ് ഇത് പുതിയതായതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല, നെയ്യ് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയൊക്കെ നല്ലോണം ഒന്ന് വെച്ച് കൊടുക്കുന്നത്. നല്ല ഒരു ഭംഗിയിലൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ പറയല്ലേ ഡിസൈനിങ്ങിൽ ഞാൻ വീക്കാണെന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓർഡറൊന്നും അല്ലല്ലോ, പിന്നെ ഫ്രണ്ട്സിന് കൊടുക്കണം, നമുക്ക് കഴിക്കണം, ആ ഒരു രീതിയിലായതുകൊണ്ട് ഈ ഒരു ഇതാണ് കേട്ടോ ഉണ്ടാക്കി വന്നത്. അങ്ങനെ ഏകദേശം അത് പിന്നെ മറിച്ചിടണ്ട, നമ്മൾ സാധാരണ പോളകളൊക്കെ മറിച്ചിടുമല്ലോ, പക്ഷേ ഇത് മറിച്ചിടണ്ട കേട്ടോ, അങ്ങനെ തന്നെ നല്ലോണം വെന്തോളും. ഒന്ന് നോക്കിയാൽ മതി. അടിയിലൊരു പ്ലേറ്റും വെക്കണം. പിന്നെ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് തണുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജാറിലേക്ക് ഇട്ട് പഞ്ചസാര ഇട്ട് പാലൊഴിച്ച് 2 ഏലക്കായ ഇപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും വെന്തതിനെ കൊണ്ട് തന്നെ. പിന്നെ ഇത് ഞാനൊരു ഈ പാലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. പാലൊക്കെ ഒഴിച്ച് വെക്കുക, ജ്യൂസ് വെക്കുക, വെള്ളം വെക്കുക, അതിനൊക്കെ പറ്റിയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. 260 രൂപയാണ് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ വെള്ളം വെക്കാനോ ഈ വാട്ടർ ബോട്ടിൽ പോലെ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ പാല് ഒഴിച്ചൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നമ്മുടെ പരിപ്പ് കേക്കും സമൂസയും ഒക്കെ നല്ല പണിയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ അത് കൊടുക്കാനുള്ളതിനെ കൊണ്ടാണ് പെട്ടെന്ന്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും കേട്ടോ. പിന്നെ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇതൊരു അടുത്തൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിയൊക്കെ വാങ്ങുന്നതിന് പകരമായിട്ട് വാങ്ങിയിട്ടുള്ള കേട്ടോ. 800 രൂപയാണത് ഈ ഒരു സെറ്റിന്. ഈ മുമ്പൊന്നും എനിക്കിങ്ങനെ ഇതേപോലെ ഈ അടിച്ച റെഡിമെയ്ഡ് ആയിട്ടുള്ളത് എനിക്ക് കിട്ടലില്ല കേട്ടോ. ഞാൻ അധികം തുണി വാങ്ങി തയ്പ്പിക്കലാണ്. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും എൻ്റെ പോലെ ഐറ്റൊക്കെ ഉള്ളവർ ഇങ്ങനെ ഇടുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായി ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങണമെന്ന്. അപ്പോൾ കുഴപ്പമില്ല, 2-3 ഞാൻ വാങ്ങിയപ്പോൾ പിന്നെ എനിക്ക് സെറ്റായിട്ടോ. അപ്പോൾ അതിന് വലിയൊരു റേറ്റും ഇല്ല, കോട്ടനുമാണ്. ഈ ചൂടത്ത് ഇപ്പോൾ നല്ലത് അത് തന്നെയാണല്ലോ. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പാൻറ്റ് ഇറക്കണ്ടാവില്ല എനിക്ക്. അപ്പോൾ പാൻറ്റിന് പീസ് വെച്ച് തുന്ന കഴിച്ചിട്ട് ഒക്കെ സെറ്റാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ ഷോളും അതിൻ്റെ കാലൊക്കെയാണ് കേട്ടോ അത് കണ്ടോ. തുന്ന കഴിച്ച് 2 പാൻറ്റിനെയും തുന്നയച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു ചെറിയൊരു പീസ് നമ്മളെ ബാൻഡിൻ്റെ ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്താൽ നന്നാവും. നമുക്കുണ്ടല്ലോ പെരുന്നാളിൻ്റെ അന്നൊരു കുളിച്ച് മാറ്റാൻ എടുക്കൽ മാക്സിയൊക്കെ, അങ്ങനെ എടുത്തതാണ്. ഇത് ഞാൻ വാങ്ങിയാണ് കേട്ടോ. പിന്നെ പിന്നത്തെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചുരിദാറിൻ്റെ തുണി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കാക്കിയും കൂടി പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ലൊരു ചുരിദാർ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. കുറച്ച് അത്യാവശ്യം മുത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഓവർ വർക്കൊന്നുള്ള ഈ ചുരിദാറൊന്നും ഞാൻ ഇടലില്ല കേട്ടോ. ഇതാണിപ്പോൾ ഏപ്രിൽ ലാസ്റ്റിലേക്ക് എൻ്റെ ആങ്ങളുടെ മോളെയും മോൻ്റെയൊക്കെ കല്യാണമുണ്ട്. അപ്പോൾ പിന്നെ ഒരു പാർട്ടി വെയർ ആയാൽ 2-3 ഡ്രസ്സ് വേണം കല്യാണത്തിനേക്ക്. അപ്പോൾ എന്തായാലും ഒന്ന് നല്ല എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗമൊക്കെ സമ്മതിച്ചിട്ടോ. അല്ലെങ്കിൽ എത്ര വില ഉണ്ടോയെന്നൊക്കെ അങ്ങനെ വാങ്ങാൻ അങ്ങനെ വലിയൊരു താല്പര്യം കാണിക്കലില്ല. പക്ഷെ എടുത്തോന്ന് പറഞ്ഞ് പിന്നെ അടിക്കൂലിയും ലൈനിങ്ങും ഒക്കെ കൂടി ആകുമ്പോൾ പൈസ ആവുമല്ലോ. എന്നാൽ എടുത്തോ പറഞ്ഞ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, ഇട്ട് നോക്കിയപ്പോൾ ഒക്കെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാട്ടോ എടുത്തത്. കൈയിൻ്റെ ആ ഒരു അറ്റത്തും പിന്നെ ടോപ്പിൻ്റെ താഴെ അറ്റത്തൊക്കെ വർക്ക് ഉണ്ട് ഇട്ടത്. അതേപോലെ ഇനിയിപ്പോൾ ആരെങ്കിലും കളിയാക്കോ ഒന്നും എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ. ചിലപ്പം കളിയാക്കാൻ മതി, പക്ഷെ കളിയാക്കുന്ന പോലെയാണ് കളിയാക്കിക്കോട്ടെ.
കാരണം ഒരുപാട് ആഗ്രഹിച്ചാണ് ഇങ്ങനെ ചുരിദാർ ഇടാനൊക്കെ. ഓരോരുത്തരിങ്ങനെ ഓരോന്ന് പറയും. നമ്മളെ വീട്ടിലത്തെ കുടുംബക്കാരൊക്കെ തന്നെ ചുരിദാർ ഇടണതിന് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല, കാക്കൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഷോളിൻ്റെ ആ ഒരു കരക്ക് ഒരു പീസ് വെച്ചേക്കണം കേട്ടോ. അങ്ങനെ ആ ഒരു പീസ് വെച്ചതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ കട്ടിയുള്ള ഷോളൊന്നും അല്ല. അതാ പാൻറ്റും ഇതേപോലെ തന്നെ മഞ്ഞ തന്നെയാണ്. അതിനും ഇതാ ബാൻഡ് വെക്കണം, കുറച്ച് ലെങ്ത്ത് കൂട്ടണം. പിന്നെ അന്ന് എന്നോട് ആരോ ചോദിച്ചിട്ട് ഞാനൊരു തുണി കാണിച്ചിനല്ലോ ഈ പിന്നെ നനച്ചുളിക്ക്, അത് ഇതേപോലെ ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ കഫ്താൻ, ആ ഒരു ടൈപ്പിൽ അടുപ്പിച്ചാട്ടോ. പക്ഷെ തീരെ ഒരു ഇട്ടിട്ട് രസമില്ല, എനിക്കെന്തോ ഒരു കോൺഫിഡൻ്റ് ഇല്ല, ഭംഗിയില്ല. അങ്ങനെ അടിച്ചതാണ്. പക്ഷെ കൈയില്ല. അതിൻ്റെ മുന്നേ ഏതോ ഒരു ദിവസം ഞാൻ വാങ്ങിയതാട്ടോ ഈ ഒരു മാക്സിക്ക്. ഭയങ്കര ഇഷ്ടമാണ്, ഇട്ടാലും നല്ല ഭംഗിയാണ്. പക്ഷെ ഇതിന് കൈയില്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇടാനോ അങ്ങനെ പുറത്തേക്കെല്ലാം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടാനോ ഒന്നും പറ്റില്ല. ഇപ്പോൾ വീഡിയോയിൽ ഞാനിത് കാണിക്കാതെ അതോടെ തീരെ കൈയില്ല. അപ്പോൾ അകത്ത് രാത്രി കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇടാനേ പറ്റുള്ളൂ. പക്ഷെ നല്ല ഭംഗിയാട്ടോ അത് ഇട്ടാൽ. അപ്പോൾ ഈ ഒരു ഭംഗി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തുണി വാങ്ങിയിട്ട് കൈയൊക്കെ നീട്ടിയൊക്കെ ഒന്ന് അടുപ്പിച്ചതിന്, പക്ഷേ പണി പാളിപ്പോയി. കുഴപ്പമില്ല, മാക്സി അല്ലേ, ആരും കാണാനൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇടുകയാണ്. ഇപ്പോൾ ആരും കണ്ടില്ലെങ്കിലും നമുക്കൊരു ഇതാണ് അല്ലേ, ഡ്രസ്സ് നന്നായാൽ നമുക്കൊരു സന്തോഷമാണ്, നമുക്കൊരു കോൺഫിഡൻറ്റും ആണ്. ഡ്രസ്സ് വെച്ചാൽ ഒരു കോൺഫിഡൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ ഇതാ മക്രോണി പോളാണ് കേട്ടോ. ഇത് വേറൊരു ദിവസം ഞാൻ ഉണ്ടാക്കിയാണ്. ഈ മക്രോണി ഒരു 200 ഗ്രാം മക്രോണിയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അത് നല്ലോണം കഴുകി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും മക്രോണി പോള, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ചധികം വെള്ളം തന്നെ വെക്കണം. പിന്നെ 200 ഗ്രാം ആയതുകൊണ്ട് കുറച്ച് മതിയല്ലോ, ചെറിയൊരു പോള ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ വെള്ളം ഊറ്റി വെച്ചിട്ടോ മക്രോണി. പിന്നെ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉള്ളി ചെറുതാക്കി അരിയണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പച്ചമുളക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിക്കണം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി കൂട്ടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ മൂടി വെച്ചാൽ പെട്ടെന്ന് ഒന്ന് വഴണ്ട് വരുമല്ലോ. പിന്നെ അത് അതിലേക്ക് പാകത്തിനുള്ള ഓരോ പൊടികൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഒക്കെയാണ്. ഗരം മസാലപ്പൊടി ഇതാ പെരുന്നാൾ വരെ വെക്കുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓർഡർ എന്തെങ്കിലും വന്നാൽ പിന്നെ വീണ്ടും പൊടിക്കേണ്ടി വരും. എന്നാലും കുറച്ചുണ്ട്, ഒരു 2-3 ബിരിയാണി വെക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള കുരുമുളക് പൊടിയൊക്കെ കൂടി ചേർക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടി ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലതാണല്ലോ. അതേപോലെ തന്നെ ബിരിയാണിയിലും ഞാൻ കുരുമുളക് പൊടി ഇട്ടു കേട്ടോ നല്ലോണം. പിന്നെ അതാക്കി ചിക്കൻ മസാലപ്പൊടി അതേപോലെ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്, എല്ലാത്തിലും ഇടും ചിക്കൻ മസാലപ്പൊടി. പിന്നെ അതാ ചിക്കൻ മസാലപ്പൊടി പാകത്തിന് ഇട്ട് കൊടുത്ത് പിന്നെ അതാ മല്ലിയില കുറച്ചധികം തന്നെ ഇടുകയെന്നാണ് നല്ലത്. പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളേനി, കുറച്ചധികം ഇട്ടുകൊണ്ടിട്ട് അതേപോലെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ അത് കുറച്ചാണല്ലോ, ചെറിയൊരു പോള, എനിക്കും കാക്കും മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കാൻ, അതുകൊണ്ടാണ് ചെറുതുണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ചെറുതാക്കിയതാണ്. പിന്നെ അതിലേക്ക് ഞാൻ 6 കോഴിമുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. 6ഓ 7ഓ നമുക്ക് ഇത്ര ഇഷ്ടമുള്ള വെച്ചെടുക്കാം കേട്ടോ. ഒരു കട്ടി നമുക്കറിയാലോ നമുക്ക് എത്ര വേണമെന്ന്. അതിലിപ്പോൾ ഞാൻ 6 എടുക്കുന്നത്. അങ്ങനെ എല്ലാ കോഴിമുട്ടയും പൊട്ടിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇത് ചൂടാറിയിട്ടാണ് കേട്ടോ കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെയാണ് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി ചേർക്കുന്നത്. പക്ഷേ മക്രോണി കുറച്ച് വലുപ്പമായിപ്പോയി, കണ്ടപ്പോൾ ചെറിയ മക്രോണിയാണ്, തിളപ്പിച്ചപ്പോൾ ഒരിത്തിരി വലുതായിപ്പോയി. വളരെ ചെറിയ മക്രോണി കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അതാണ് ടേസ്റ്റും ഉണ്ടാവുക, കാണാനും. ടേസ്റ്റ് വെച്ചാൽ എല്ലാ മക്രോണിയും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒരേ രുചി തന്നെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ നമ്മൾ ഇതേപോലെ പോളകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറുത് തന്നെയാണ് നല്ലത്. പിന്നെ ആ കോഴിമുട്ടയും മസാലയും എല്ലാം കൂടി ഈ മക്രോണി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ അതാ ഈ ചട്ടിപ്പത്തിരിൻ്റെ പാത്രം ഉണ്ടല്ലോ, ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന മോളതാണ് കേട്ടോ അത്. ഇപ്പോൾ ഞാൻ ഞാൻ വാങ്ങിയതിന് മുന്നേ എടുത്തിച്ച വീഡിയോ ആണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഓളത് വാങ്ങി കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു 2-3 ഓർഡർ ഉണ്ടായിന് എനിക്ക് ഇറച്ചി കേക്കൊക്കെ. ഇത് ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓളത് വാങ്ങി കൊണ്ടുവന്നത്. അത് പിന്നെ വേഗം പെട്ടെന്ന് പോയിട്ട് വാങ്ങിയത്. പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് നല്ലോണം എല്ലാ ഭാഗവും ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മളെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളെ പരിപ്പ് പോള ഉണ്ടല്ലോ അത് തിരിച്ചിടണ്ട കേട്ടോ. ഇത് ഇങ്ങനത്തെ അതേപോലത്തെ പോളകൾക്കൊക്കെ തിരിച്ചിടണം. ഇറാനി പോള അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ കുറച്ചും കൂടി ഞാൻ നെയ്യ് ചേർത്തിട്ട് വീണ്ടും അതും കൂടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അത്. പിന്നെ എരിവിൻ്റെ സംഭവങ്ങളെല്ലാം ടേസ്റ്റ് തന്നെ. അവിടെ മധുരം ഇക്കാക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ല കേട്ടോ, എനിക്ക് മധുരം കൂട്ടാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ എരിവിൻ്റെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എരിവാണ് പണ്ടേ ഇഷ്ടം, എരിവ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.